ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. നമ്മുടെ SSC GD കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് ഈ ഡിസംബർ 1 റിലീസ് ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. സോ 18-നും 23-നും ഇടയിൽ പ്രായമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു യൂണിഫോംഡ് സർവീസിൽ ജോലി ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ ഒരുക്കി തരുന്നത്. ബിക്കോസ് CISF, CRPF, SSF, SSB, ആസാം റൈഫിൾസ്, ITBP തുടങ്ങി നിരവധി സർവീസുകളിലേക്ക് ധാരാളം പോസ്റ്റുകൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ അവൈലബിൾ ആക്കി തരുന്നുണ്ട്. സോ ഇഫ് യു ഇൻട്രസ്റ്റഡ് ഇൻ ദീസ് പോസ്റ്റ്, ജസ്റ്റ് വാച്ച് ടിൽ ദ എൻഡ്. ബിക്കോസ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാകും. ഇതിൻ്റെ പേയ്മെൻറ്റ് സ്കെയിൽ എങ്ങനെയാണ്, സാലറി സ്കെയിൽ എങ്ങനെയാണ്, വേക്കൻസീസ് എത്ര അവൈലബിൾ ആണ്, എക്സാം സ്കീം എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എക്സാം സെൻറ്ററുകൾ എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് തുടങ്ങി നിരവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലുണ്ടാകും. സോ ആ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്കുള്ള ഡൗട്ടുകളെല്ലാം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. സോ ഡൗട്ട് ഉള്ളവർ അല്ലെങ്കിൽ GD വളരെ കാര്യമായിട്ട് കരുതുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കാം. സോ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ ഒരു എക്സാമിന് ആപ്ലിക്കേഷൻ വരുന്ന ടൈമിൽ ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ആണ്. ഓക്കെ, എന്ന് മുതൽ എന്ന് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് അതാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഡിസംബർ 1 മുതൽ ഡിസംബർ 31 വരെയാണ്. ഓക്കെ, മീൻസ് ഒരു മാസം, ഒരു കംപ്ലീറ്റ് മന്ത് അല്ലെങ്കിൽ 4 ആഴ്ചയോളം നമ്മൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പോർട്ടൽ അവൈലബിൾ ആക്കി തരികയാണ് SSC ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരിക്കലും എന്ത് ചെയ്യരുത്, 31 വരെ ഡേറ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് 31ലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം നമുക്ക് പോർട്ടലിൽ ചിലപ്പം എന്തെങ്കിലും വെബ്സൈറ്റ് ജാം ആവുമോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ നമ്മുടെ ഒരു അവസരം നഷ്ടപ്പെടുന്നതായിരിക്കും. സോ ദാറ്റ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ആദ്യം തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31-ാം തീയതിയാണ്. ആൻഡ് നമുക്ക് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2026 ജനുവരി 1 ഓക്കെ, ഇനി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറക്ഷൻസ് ഒന്നും അല്ലെങ്കിൽ എറേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഡീറ്റെയിലുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വളരെ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുത്താതെ വളരെ കൃത്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു എറർ വരികയാണെങ്കിൽ, കറക്ഷൻ വരുത്തണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിന് വിൻഡോ ഓപ്പൺ ആയി കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് ജനുവരി 8-ാം തീയതിയാണ്. 2026 ജനുവരി 8 മുതൽ ജനുവരി 10 വരെ നമ്മൾക്ക് ആ ഒരു എറർ കറക്ഷന് വേണ്ടിയിട്ട് നമുക്ക് പോർട്ടൽ ഓപ്പൺ ആക്കി തരുന്നതായിരിക്കും. മാക്സിമം എന്ത് ചെയ്യണം, കറക്ഷൻ ഒന്നും വരുത്താതെ, അതായത് എറേഴ്സ് ഒന്നും വരുത്താതെ, മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും വന്നാൽ തന്നെ 8 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ടൽ അവൈലബിൾ ആകുന്നതായിരിക്കും. ആൻഡ് ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറയുന്നത് എന്ന് നമുക്ക് എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. എക്സാം എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന ടൈം എന്ന് പറയുന്നത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ, 2026 ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവാണ്. ഓക്കെ, മീൻസ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ തുടങ്ങിയ മാസങ്ങളിൽ നമ്മൾക്ക് ഈ ഒരു എക്സാം എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ആണ്. ഓക്കെ, മീൻസ് ആലോചിച്ച് നോക്ക്, ഇനിയൊരു 2 മുതൽ 4 മാസം വരെയുള്ള കാലയളവ് മാത്രമായിരിക്കും നമ്മൾക്ക് മുൻപ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു എക്സാമിനെ കാണുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം സമയം അതിക്രമിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. അതുകൊണ്ട് മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയം ആയിരിക്കുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കേട്ടോ. ആൻഡ് ഇനിയും ഇതൊരു 10th ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ, അതായത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും അല്ലേ. ഇതൊരു 10th ലെവൽ എക്സാം ആണ്. അതായത് 10ാം ക്ലാസ് പാസ്സായ ആർക്കും ഈ ഒരു ജോലി അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് 18-നും 23-നും വയസ്സിന് ഇടയിലുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, ഈ ഒരു ജോലിക്ക് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ആൻഡ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ GD എക്സാമിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എലിമെൻറ്റ് എന്ന് പറയുന്നത്, നമുക്കിപ്പം ചില കേന്ദ്ര ഗവൺമെൻറ് ജോലികൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എക്സാമുകൾ എഴുതുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂസിങ് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പിൻവലിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഭാഷ തന്നെയായിരിക്കും അല്ലേ. ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള എക്സാം പാറ്റേണുകളായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ GD എക്സാമിലുള്ള ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റീജിയണൽ ലാംഗ്വേജസിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. 13 റീജിയണൽ ലാംഗ്വേജസിൽ, ഓക്കെ, ഇംഗ്ലീഷ് ഹിന്ദി കൂടാതെ 13
റീജിയണൽ ലാംഗ്വേജസിലും നമ്മൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് ആ 13 റീജിയണൽ ലാംഗ്വേജസിൽ എന്തുമുണ്ട്, മലയാളവും ഉണ്ട്. സോ മലയാളിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രാവീണ്യം ഇല്ലെങ്കിൽ പോലും എനിക്ക് എന്തിൽ എക്സാം എഴുതാം, മലയാളത്തിൽ എക്സാം എഴുതാൻ ഒരു പോസിബിലിറ്റി ഇവിടെയുണ്ട്. ഓക്കെ, സോ അത് തന്നെയാണ് ഈ GD എക്സാമിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ച് ഒരു എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എക്സാമുകളെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ജോലികളെ സംബന്ധിച്ച് വരുന്ന ഒരു ഹൈലൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലീവ്സും അതേപോലെ തന്നെ അതിൻ്റെ സാലറി സ്കെയിലും ആണ് അല്ലേ. ഒന്ന് ഡെഫിനറ്റ്ലി എന്താണ്, ഒരു ജോബ് സെക്യൂർഡ് ആയിട്ടൊരു ജോബാണ് കിട്ടുന്നത്, അതിനോടൊപ്പം എന്താണ്, നമുക്ക് നല്ല സാലറി കയ്യിൽ കിട്ടുന്നു. ഓക്കെ, അതായത് 10ാം ക്ലാസ് ബേസിൽ വരുന്ന ഒരു ജോലിക്ക് ഇത്രയും സാലറി കൊടുക്കുന്ന മറ്റൊരു സ്ഥാപനം അല്ലെങ്കിൽ മറ്റൊരു അവസരവും നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ജോബിന്റെ ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പേയ്മെന്റ് സ്കെയിൽ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ലെവൽ 3 പേയ്മെന്റ് സ്കെയിലാണ് നമുക്ക് അവൈലബിൾ ആക്കി തരുന്നത്. മീൻസ് 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് ഇതിന്റെ ബേസിക് പേയ്മെന്റ് കേട്ടോ. ബേസിക് പേയ്മെന്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണോ ഈ പൈസ? ഇൻ ഹാൻഡ് കയ്യിൽ കിട്ടുന്നതല്ല ഈ പൈസ. ഇൻ ഹാൻഡ് നമുക്ക് ഈ ബേസിക് പേയ്മെന്റിനോടൊപ്പം പല അലവൻസുകളും, അതായത് ഡിയർനെസ് അലവൻസ് കിട്ടാം, TA കിട്ടാം, അതേപോലെ നമ്മൾക്ക് ഇതൊരു യൂണിഫോംഡ് സർവീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ, അതായത് നൈറ്റ് ഡ്യൂട്ടി, നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടികൾക്ക്, എക്സ്ട്രാ ഡ്യൂട്ടികൾക്ക്, നൈറ്റ് ഡ്യൂട്ടി, അതേപോലെ ഷിഫ്റ്റുകൾക്ക് ഒക്കെ നമ്മൾക്ക് സെപ്പറേറ്റ് പേയ്മെന്റ് അവൈലബിൾ ആയിരിക്കും. മീൻസ് ഓൾമോസ്റ്റ് ഒരു 45,000 രൂപ വരെ നമുക്ക് പോസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇൻ ഹാൻഡ് കയ്യിൽ കിട്ടാൻ ഈ ഒരു ജോലി വഴി നമുക്ക് അവസരമുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടുമെന്നല്ല, ഇതിൽ പല സർവീസുകൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. BSF ഉണ്ട്, CISF ഉണ്ട്, CRPF ഉണ്ട്, തുടങ്ങി പല സർവീസുകൾ അവൈലബിൾ ആണ്. ആൻഡ് ഇതിൽ ഓരോ സർവീസിനെയും ബേസ് ചെയ്തിട്ട്, പോസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് 45,000 രൂപ വരെ നമ്മുടെ കയ്യിൽ കിട്ടാൻ നമ്മൾക്ക് അവസരം ഉണ്ടാക്കി തരുന്ന ഒരു എക്സാം കൂടെയാണ് GD എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേക്കൻസികളാണ്. എത്ര വേക്കൻസി അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഇവിടെ BSF, CISF, CRPF, SSB, ITBP, ആസാം റൈഫിൾസ്, അതേപോലെ SSF തുടങ്ങിയ സർവീസുകളിലേക്കാണ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ വേക്കൻസി നമുക്ക് നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് വൺ BSF എന്ന് പറയുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. SC ഉണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, OBC ഉണ്ട്, EWS കാറ്റഗറി ഉണ്ട്. ആൻഡ് EWS കാറ്റഗറി അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റിന്റെ EWS ക്രൈറ്റീരിയ പാലിക്കുന്നവർ മാത്രമേ EWS കൊടുക്കാവുള്ളൂ. ഇത് സംസ്ഥാന സർക്കാരിന്റെ EWS കിട്ടുന്നവർ അവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രൈറ്റീരിയ പാലിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രൈറ്റീരിയ എന്താണോ ആ ക്രൈറ്റീരിയ നിങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, EWS കാറ്റഗറിയിൽ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ആരാണ്, അൺറിസർവ്ഡ് ആണ് കേട്ടോ. ഓക്കെ, ജനറൽ കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പം മൊത്തം ഇത്രയും വേക്കൻസി നമുക്ക് BSF അവൈലബിൾ ആണ്. ഇത് ആർക്കാണ്? മെയിൽസിന് എന്ന് പറയുമ്പോൾ ഇൻ ടോട്ടൽ മെയിൽസിന് എത്ര അവൈലബിൾ ആണ്? 524 വേക്കൻസി BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ അവൈലബിൾ ആണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയുടെ ബോർഡേഴ്സിൽ നിൽക്കുന്നവരാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പാരാമിലിറ്ററി സർവീസ് ആണ് BSF എന്ന് പറയുന്നത്. ആൻഡ് ഫീമെയിൽസിന് മൊത്തം 49 പോസ്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. SCക്കും STക്കും OBCക്കും EWSനും അൺറിസർവ്ഡിനുമായിട്ട് അൺറിസർവ്ഡിനുമായിട്ട് മൊത്തം 92 പോസ്റ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അൺറിസർവ്ഡിന് മാത്രമാണ് 49 പോസ്റ്റ് വരുന്നത്. ഓക്കെ, മൊത്തം 92 പോസ്റ്റ് ഫീമെയിൽസിനും മെയിൽസിന് 524 പോസ്റ്റുമാണ് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി അടുത്ത വരുന്ന CISF ഏറ്റവും അധികം വേക്കൻസി പ്രൊവൈഡ് ചെയ്യുന്ന പാരാമിലിറ്ററി സർവീസ് ആണ്. 13,135 വേക്കൻസിയാണ് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി ഗേൾസിന്റെ കേസ് വരുവാണെങ്കിൽ 1460 വേക്കൻസി, 1460 വേക്കൻസിയാണ് മൊത്തം ഗേൾസിന് അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, 13,135ഉം 1460 വേക്കൻസി. ഏറ്റവും കൂടുതൽ വേക്കൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് CISF പാരാമിലിറ്ററി സർവീസ് ആണ്. വൈ? ബിക്കോസ് ഇത് ഇൻഡസ്ട്രിയൽ ഫോഴ്സ് ആണ് അല്ലേ.
അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എയർപോർട്ടിൽ നിൽക്കുമ്പം അതേപോലെ മെട്രോയിൽ ഒക്കെ നമ്മൾ കയറുന്ന സമയത്തൊക്കെ നമുക്കറിയാം നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുന്ന ഉദ്യോഗസ്ഥരുണ്ട് അല്ലേ, ആ പോലീസ് ഫോഴ്സിനെയാണ് എന്ന് വിളിക്കുന്നത് CISF എന്ന് വിളിക്കുന്നത്. ആൻഡ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സർവീസുകളെ അപേക്ഷിച്ച് കുറേയും കൂടെ ലളിതമായ ജോലിയാണ് CISFൻ്റേത്. ഓക്കെ, സോ നമുക്ക് കുറേ കൂടെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടൊരു ജോലിയും കൂടിയാണ് CISF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി CRPFിലേക്ക് വരുവാണെങ്കിൽ സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ്, നമ്മുടെ മാവോയിസ്റ്റ് നക്സലേറ്റുകൾ ഇവർക്കൊക്കെ എതിരെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പാരാമിലിറ്ററി സർവീസ് ആണ് CRPF എന്ന് പറയുന്നത്. സോ ഇതിന് മൊത്തം വേക്കൻസി അവൈലബിൾ ആയിരിക്കുന്നത് മെന്നിന് 5366 ഫീമെയിൽസിന് 124 വേക്കൻസിയാണ്. ഓക്കെ, 5366 ഫീമെയിൽസിന് 124 വേക്കൻസിയും ആണ് വരുന്നത്. ഇനി SSP സശസ്ത്ര സീമ ബൽ, അതായത് നേപ്പാൾ ഭൂട്ടാൻ ബോർഡറുകളിൽ നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന പാരാമിലിറ്ററി സർവീസ് ആണ് സശസ്ത്ര സീമ ബാൽ. സോ ഇവർക്ക് വേക്കൻസി വരുന്നത് മെയിൽസിന് 1764 വേക്കൻസിയാണ് വരുന്നത്. ആൻഡ് ഫീമെയിൽസിന് വേക്കൻസി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആൻഡ് ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ഓക്കെ, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ അവൈലബിൾ ആയിരിക്കുന്ന വേക്കൻസി 1099, സ്ത്രീകൾക്ക് 194. ഇനി ആസാം റൈഫിൾസിലേക്ക് വരുവാണെങ്കിൽ വേക്കൻസി 1556 മെന്നിനും അതേപോലെ 150 വേക്കൻസി ഫീമെയിൽസിനുമാണ് വരുന്നത്. ഓക്കെ, ഇനി SSFിലേക്ക് വരുവാണെങ്കിലോ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് വരുവാണെങ്കിൽ മൊത്തം 23 വേക്കൻസിയാണ് മെന്നിന് വരുന്നത്. ആൻഡ് ഫീമെയിൽസിന് എന്തില്ല, വേക്കൻസി ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. ഇങ്ങനെ മൊത്തം ടോട്ടൽ നമുക്ക് കൂട്ടുവാണെങ്കിൽ SCയുടെ ടോട്ടൽ, STയുടെ ടോട്ടൽ, EWSൻ്റെ മെന്നിൻ്റെ ടോട്ടൽ, OBCയുടെ ടോട്ടൽ, അൺറിസർവ്ഡിൻ്റെ ടോട്ടൽ ഇങ്ങനെ നമുക്ക് കാണാം. അങ്ങനെ മൊത്തം 25,487 വേക്കൻസി ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് അവൈലബിൾ ആക്കി തന്നിരിക്കുകയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. 25,487 വേക്കൻസിയാണ് നമുക്ക് മൊത്തം അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു വലിയ നമ്പർ തന്നെയാണ്. സോ നമുക്ക് അവസരങ്ങൾ കൂടുതലുണ്ട്. എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്ത് നോക്കുക, എഴുതി നോക്കുക. 10th ലെവൽ എക്സാം മാത്രമാണ്, 23 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ എന്നൊരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി എഴുതി നോക്കുക. ഒരു സർവീസിൽ കയറി നിന്നിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ഹയർ ലെവൽ ആയിട്ടുള്ളത് എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, GD എഴുതി നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇത്രയും വേക്കൻസി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. ഓക്കെ, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നാഷണാലിറ്റി ഡെഫിനറ്റ്ലി എന്തായിരിക്കണം, നമ്മളെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്കാണ് ഈ എക്സാം എഴുതാൻ കഴിയുന്നത്. 18 മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവർക്ക്. സ്റ്റിൽ അന്നേരവും കൺഫ്യൂഷൻ നിൽക്കും, ഏത് വർഷം മുതൽ ഏത് വർഷം വരെ, ഏത് മാസം വരെ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. 2023 ജനുവരി 2 മുതൽ 2028 ജനുവരി 1 വരെ. ഓക്കെ, 2023 ജനുവരി 2 മുതൽ 2028 ജനുവരി 1 വരെ ജനിച്ച ആളുകൾക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ കഴിയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ഒരു കാലയളവിനിടയിൽ ജനിച്ചവരായിരിക്കണം നിങ്ങൾ. 2002 ജനിച്ചവരാണെങ്കിൽ 2002 ഡിസംബർ 31 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ കഴിയത്തില്ല, ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കാലയളവിൽ ജനിച്ചവരായിരിക്കണം നിങ്ങൾ. 18നും 23 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി SC/ST കാറ്റഗറിയിൽ പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം വരെ എന്ത് ചെയ്യും, റിലാക്സേഷൻ തരും എന്നുള്ളതാണ്. അതായത് 23 വയസ്സ് വരെയാണെങ്കിൽ 28 വയസ്സ് വരെ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ട്. ഇനി OBC ആണെങ്കിൽ 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ് മാൻ ആണെങ്കിൽ 3 വർഷവും, ഇനി 3 വർഷം ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ദ മിലിറ്ററി സർവീസ് റെൻഡേർഡ് ഫ്രം ദ ആക്ച്വൽ ഏജ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് റെക്കഗ്നി. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് 36 വയസ്സുള്ള ഒരാളാണ് നിങ്ങളെന്ന് വിചാരിക്കാം. ഓക്കെ, 36 വയസ്സുള്ള ഒരാളാണ് നിങ്ങളൊരു 10 വർഷം മിലിറ്ററി സർവീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, 10 വർഷം മിലിറ്ററി സർവീസിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പം നിങ്ങളുടെ ഏജ് എന്ത് ചെയ്യും, 36 - 10 26 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി 26 ആയിട്ട് മാത്രമാണോ കൺസിഡർ ചെയ്യുന്നത്? അല്ല. ഓക്കെ, 3 വർഷം ആഫ്റ്റർ ഡിഡക്ഷൻ ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഈ 26 - 3 കൂടെ ചെയ്യും,
എന്ന് വെച്ചാൽ 23 വയസ്സായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. നിങ്ങളിപ്പോൾ ഒരു എക്സ് സർവീസ് മാൻ ആണ്, നിങ്ങൾക്ക് 10 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു. ഓക്കെ, 10 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു എങ്കിൽ 36 - 13 ആണ് ചെയ്യുക. എന്ന് പറയുമ്പോൾ 23 വയസ്സ്, 36 വയസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ എക്സാം എഴുതാൻ യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ്. ഓക്കെ, അതാണ് കേട്ടോ കാണിക്കുന്നത്. സോ ഇൻ കേസ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു 10 വർഷത്തെ സർവീസേ ഉള്ളൂ എന്ന് വിചാരിക്കാം. 10 വർഷത്തിന് 9 വർഷത്തെ സർവീസേ ഉള്ളൂ. 9 വർഷത്തെ സർവീസ് ആകുമ്പോൾ എന്തായി? 27 ആയല്ലേ? 27 - 3 24 ആയി. ഓക്കെ, 24 ആയാൽ എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, നിങ്ങളുടെ സർവീസിന്റെ കാലയളവും അത് -3 കൂടെ ചെയ്തു വരുന്ന പ്രായമായിരിക്കും നിങ്ങളുടെ പ്രായമായിട്ട് കൺസിഡർ ചെയ്യുന്ന കേട്ടോ. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് സർവീസ്മെന്റെ കേസിൽ. ഇനി അതേപോലെ തന്നെ ഓക്കെ, ചിൽഡ്രൻ ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് വിക്ടിംസ് കിൽഡ് ഇൻ ദ 84 റൈറ്റ്സ് പറയുന്നുണ്ട്. 1984 റൈറ്റ്സ്. ഓക്കെ, ഇത് SCയുടെ കേസുണ്ട്, അൺറിസർവ്ഡിന്റെ കേസുണ്ട്, EWSന്റെ കേസുണ്ട്. അതിൽ 5 വർഷം റിലാക്സേഷൻ, 8 വർഷം റിലാക്സേഷൻ, അതേപോലെ 10 വർഷം റിലാക്സേഷൻ അക്കോർഡിംഗ്ലി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അത് ഏജ് കാറ്റഗറി ശ്രദ്ധിക്കുക. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആൻഡ് നമ്മൾ സർവീസിലേക്ക് കയറുന്ന ടൈമിൽ ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? 10th ആണ്. 10th പാസ് ആയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് സർവീസിലേക്ക് കയറുന്നു എന്ന് വരുമ്പോൾ തന്നെ എന്ത് വരുന്നുണ്ട്? NCC സർട്ടിഫിക്കറ്റുകൾക്ക് അവിടെ ഒരു പ്രാധാന്യം ഉണ്ടല്ലേ? NCC C സർട്ടിഫിക്കറ്റ് കിട്ടിയവർ, NCC B സർട്ടിഫിക്കറ്റ് ഉള്ളവർ, NCC A സർട്ടിഫിക്കറ്റ് ഉള്ളവർ, ഇവർക്കൊക്കെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? ഓക്കെ, ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. NCC സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. എവിടെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്? അവർക്ക് എക്സാമിലാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടി എന്ന് വിചാരിക്കുക. 100 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു 5% കൂടെ മാക്സിമം മാർക്സ് ഓഫ് ദ എക്സാമിനേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 100 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്? 105 കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സപ്പോസ് ഇപ്പൊ 100ലാണ് മാർക്ക്, നിങ്ങൾക്ക് 50 മാർക്കാണ് കിട്ടിയത്. 50 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 5 മാർക്ക് കൂടെ കിട്ടി 55 ആവും. ഓക്കെ, ഇനി NCC B സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എന്ത് വരാം? നിങ്ങൾക്ക് 50 + 3 53 മാർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. A സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എന്ത് വരും? 2 മാർക്കും കൂടെ, 50 + 2 മാർക്കും കൂടെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതാണ് NCC സർട്ടിഫിക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് വരുന്ന അഡ്വാൻറ്റേജ് ആണ് എന്ത് വരുന്നത്? നിങ്ങൾക്ക് എക്സാം എഴുതുമ്പം ഈ എക്സാമിൽ C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് 5% മാർക്കാണ്. അതായത് ടോട്ടൽ എത്ര മാർക്കിലാണോ നിങ്ങൾക്ക് എക്സാം വരുന്നത്, 100ലാണെങ്കിൽ 100ലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നതെങ്കിൽ 5 മാർക്കും കൂടെ അഡീഷണൽ കിട്ടും. 200ലാണെങ്കിൽ 10 മാർക്ക് അഡീഷണൽ കിട്ടും. അത് ആലോചിച്ച് നോക്കുക. ഇത്രയും പേര് എക്സാം എഴുതുന്നതിൽ നിങ്ങളൊരു C സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ 5 മാർക്കിന്റെ വ്യത്യാസത്തിൽ നിങ്ങളുടെ റാങ്ക് മാറാൻ പോകുന്നത് 5000 6000 റാങ്കാണ് മാറാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ B സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ, A സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക? നിർബന്ധമായിട്ടും അത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ആ മാർക്ക് അഡീഷണൽ കിട്ടാൻ പോസിബിലിറ്റി ഉള്ള മാർക്കാണ്. ഓക്കെ, ഇനി ഓക്കെ, ഇതിൽ അതിനെപ്പറ്റിയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈം. ഓക്കെ, എവിടെ നമ്മൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം? ഓക്കെ, ഹൗ ടു അപ്ലൈ. ഓക്കെ, ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പറയുന്നത് നമ്മുടെ ssc.nic.in ചെയ്തിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റി ssc.government.gov.in മാറ്റി നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് നമ്മുടെ പുതിയ വെബ്സൈറ്റും അതേപോലെ ഇത് പഴയ വെബ്സൈറ്റുമാണ്. പുതിയ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കണം നിങ്ങൾ. ആൻഡ് 1 ടൈം രജിസ്ട്രേഷൻ വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എക്സാംസിന് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന ടൈമിലും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് എക്സാമിന്റെ പോർട്ടൽ എടുക്കുക, ആപ്ലിക്കേഷൻ കൊടുക്കുക, അത്ര പരിപാടിയേ ഉള്ളൂ. ആൻഡ് ഓക്കെ, 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യുക? ആപ്ലിക്കേഷൻ ഓക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴയ വെബ്സൈറ്റിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് മാറ്റി പുതിയ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ആൻഡ് ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പേയ്മെന്റ് മെത്തേഡാണ്. ഓക്കെ, എത്ര രൂപ പേയ്മെന്റ് വരുന്നുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ആർക്കൊക്കെ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ,
GD കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് നമ്മൾക്ക് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് വെറും 100 രൂപ മാത്രമാണ്. ആകെ 100 രൂപ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഫീ വരുന്നുള്ളൂ. ഇനി ഇത് ആർക്കൊക്കെ ആപ്ലിക്കേഷൻ ഫീ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ആർക്കൊക്കെ അല്ല എന്ന് പറയുന്നുണ്ട്. വുമൻ കാൻഡിഡേറ്റ്സിന് അല്ല. ഇനി SC കാറ്റഗറിക്ക് കൊടുക്കേണ്ട, ST കാറ്റഗറിക്ക് കൊടുക്കേണ്ട, എക്സ് സർവീസ് മെനിന് കൊടുക്കേണ്ട, ഇവർക്കൊന്നും പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറി, അൺറിസർവ്ഡ്, അതേപോലെ EWS, അതേപോലെ OBC കാറ്റഗറിയിൽ വരുന്ന മെയിൽസിന് മാത്രമാണ് ഈ 100 രൂപ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അൺറിസർവ്ഡ്, EWS, OBS കാറ്റഗറിയിൽ വരുന്ന മെയിൽസിന് മാത്രമേ ഈ ഒരു പൈസ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് അതാകെ 100 രൂപ മാത്രമേ ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സാം സെന്ററുകളാണ്. എവിടെയൊക്കെ എക്സാം സെന്ററുകൾ അവൈലബിൾ ആണ്. എക്സാം സെന്ററുകൾ നമ്മൾക്ക് ഈസ്റ്റ് റീജിയൻ, സെൻട്രൽ റീജിയൻ, ഇങ്ങനെ പലയിടത്ത് അവൈലബിൾ ആണ്. നമ്മൾക്ക് ഇതാ കർണാടക, കേരള റീജിയനിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഏതൊക്കെ സെന്ററുകളാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് ഇതാ മൈസൂരുണ്ട്, മൈസൂരൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഇതാ ആലപ്പുഴയുണ്ട്, എറണാകുളമുണ്ട്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ. ഓക്കെ, ഓൾമോസ്റ്റ് ഒരുമാതിരി ജില്ലകളിലൊക്കെ തന്നെയും നമുക്ക് എന്തുണ്ട്, നമുക്ക് എക്സാം സെന്ററുകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്താലും വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സാം സെന്ററുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് 3 സെന്ററെ നമുക്ക് ചൂസ് ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണോ നിങ്ങളുടെ നേറ്റീവ് പ്ലേസിന് അനുസൃതമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എളുപ്പമുള്ള സ്ഥലങ്ങളിൽ 3 ജില്ലകളിലായിട്ട് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സെന്ററുകൾ വെക്കുക കേട്ടോ. എക്സാം സെന്ററുകൾ പ്രിഫറൻസ് വെക്കുക. ഓക്കെ, ഇനി എക്സാം സ്കീം എങ്ങനെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ മനസ്സിൽ വരുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ മനസ്സിലുണ്ടാവും. ഓക്കെ, സോ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്? നമുക്ക് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി ആയിട്ട് ഇത്രയും പോർഷൻസ് ഉണ്ട്. ഇതിൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദി നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നിർബന്ധമായിട്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ എക്സാം എഴുതേണ്ടത്. ബാക്കി മുഴുവനും, ബാക്കി പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എല്ലാം നമ്മൾക്ക് റീജിയണൽ ലാംഗ്വേജ്, അതായത് ഞാൻ മലയാളിയാണെങ്കിൽ എനിക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ പോസിബിലിറ്റി ഉള്ളത് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സിക്കാണ്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ് വരുന്നുണ്ട്. ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20 ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് അവൈലബിൾ ആവുന്നത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. ആൻഡ് ഇൻ ടോട്ടൽ ക്വസ്റ്റ്യൻ ഓക്കെ മാർക്ക് എന്ന് പറയുന്നത് 40 ആണ്. ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് വരുന്നത് 20, again 20 into 2, 40 മാർക്സ്. ഓക്കെ, ഇനി എലിമെന്ററി മാത്തമാറ്റിക്സ്. ആൻഡ് എലിമെന്ററി മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് 10th ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 10th ബേസ്ഡ് എക്സാം പാറ്റേൺ ആണ് വരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് മാത്രമാണ് ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിഗ്നോമെട്രി അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ, ജോമെട്രി, ട്രിഗ്നോമെട്രി തുടങ്ങിയിട്ടുള്ള അഡ്വാൻസ് പോർഷൻസ് ഒന്നും നമ്മൾക്ക് ഇവിടെ എക്സാം പാറ്റേണിൽ വരുന്നതായിരിക്കില്ല. എലിമെന്ററി മാത്തമാറ്റിക്സ് മാത്രമായിരിക്കും. അതും 20 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാകുന്നത്, 40 മാർക്ക്. ആൻഡ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി നമ്മൾക്ക് ഇഷ്ടമുള്ളത്, നമ്മൾക്ക് എളുപ്പം എന്ന് തോന്നുന്നത് നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, അത് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, എഗെയിൻ 40 മാർക്സ്. ഓക്കെ, ആൻഡ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കുള്ള സമയം എന്ന് പറയുന്നത് 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ മാത്രമായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇവിടെ നോക്കാവുന്നതാണ്. ജനറൽ നോളേജ്, ഇംഗ്ലീഷ്, ഓരോന്നിൻ്റെ കാര്യവും ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇതൊരു ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ആംഡ് ഫോഴ്സിലേക്കുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒരു എക്സാമിൽ ഒതുങ്ങുന്നില്ല. ഇവിടെ നമുക്ക് എന്തും വരുന്നുണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും വരുന്നുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടം ചാട്ടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഹൈറ്റ്, വെയിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ എക്സ് സർവീസ് മെന്നിന് റിലാക്സേഷൻ ഉണ്ട്. PT ഇവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇവർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെ ടൈമിൽ ഇവർ അവിടെ അവൈലബിൾ ആയിരിക്കണം, അവർ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് എന്തൊക്കെയാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നുള്ളതാണ്. മെയിൽസിനെ സംബന്ധിച്ച് 24 മിനിറ്റിൽ 5 കിലോമീറ്റർ ഓടി തീർക്കുക എന്നുള്ളതാണ്, അല്ലെ 5 കിലോമീറ്റർ ഓക്കെ താണ്ടുക എന്നുള്ളതാണ് മെയിൽസിൻ്റെത്. അതേസമയം ഫീമെയിൽസിന് 8.5 മിനിറ്റിൽ 1.6 കിലോമീറ്റർ ആണ് ഓടി തീർക്കേണ്ടത്. ഓക്കെ, ഇനി ഓക്കെ മെയിൽസിന് വരുന്ന അടുത്ത ഇതെന്ന് പറയുന്നത് 7 മിനിറ്റിൽ 1.6 കിലോമീറ്റർ ഓടി തീർക്കുക എന്നുള്ളതാണ്. അതേസമയം ഫീമെയിൽസിന് 5 മിനിറ്റിൽ 800 മീറ്റർ ഓടി തീർക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇതിനും റിലാക്സേഷൻ ഉണ്ട്. ആർക്ക്?
ലഡാക്ക് റീജിയനിൽ വരുന്ന ആളുകൾക്ക്. ഓക്കെ, ഇത് ലഡാക്ക് റീജിയനിൽ വരുന്ന ആളുകൾക്ക്, അതേപോലെ ഇത് ലഡാക്ക് റീജിയനിൽ അല്ലാത്ത ആളുകൾക്കുള്ളതാണ് കേട്ടോ. ഓക്കെ, സെക്കൻഡ് വൺ ലഡാക്ക് റീജിയനിലുള്ളവർക്കും ഫസ്റ്റ് വൺ ലഡാക്ക് റീജിയനിൽ അല്ലാത്ത ആളുകൾക്കും റിലാക്സേഷൻ വരുന്നതാണ് ലഡാക്ക് റീജിയനിലുള്ള ആളുകൾക്ക്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്ത് നോക്കിയാൽ മതി? ഇത് നോക്കിയാൽ മതി. 5 കിലോമീറ്റർ 24 മിനിറ്റിലും 1.6 കിലോമീറ്റർ 8.5 മിനിറ്റിലും ഓടിത്തീർക്കണം. ഓക്കെ, ഇനി അതേപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൽസിനെ സംബന്ധിച്ച് 170 സെന്റിമീറ്റർ, ഫീമെയിൽസിനെ സംബന്ധിച്ച് 157 സെന്റിമീറ്ററുമാണ് നമുക്ക് ഹൈറ്റ് വേണ്ടത്. ഹൈറ്റിന് അനുസൃതമായ വെയിറ്റും അതേപോലെ ചെസ്റ്റ് എക്സ്പാൻഷനുമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, തുടങ്ങി ഇത്രയും കാര്യങ്ങളാണ്. ഇതിന് ശേഷം നമ്മൾക്ക് എന്ത് വരുന്നുണ്ട്? മെഡിക്കൽ ടെസ്റ്റും അവൈലബിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷമാണെങ്കിലും എന്ത് പറയുന്നുണ്ട്? നമ്മളെ നമുക്ക് ബാക്കി വരുന്ന അനക്സർ ഒക്കെ ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഡീറ്റെയിൽസ്, ഈ ഒരു PDF നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. സോ ഇതിനെപ്പറ്റി ഫേർദർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. സാലറി സ്കെയിൽ പറഞ്ഞിട്ടുണ്ട്, എത്ര വേക്കൻസീസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സാം പാറ്റേണുകൾ, എക്സാം സെൻറ്റർ, ഓക്കെ, ഇതിൻ്റെ PET, PST, മെഡിക്കൽ ടെസ്റ്റ്, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വളരെ സീരിയസ് ആയിട്ട് GD എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എക്സാം നമുക്ക് ജോലി വേണം, ഒരു കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സർവീസ് പോസ്റ്റിലേക്ക് ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക? ഡെഫിനറ്റ്ലി ഇപ്പം തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക ആൻഡ് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, മാക്സിമം പഠിച്ച് കൃത്യമായി തന്നെ എന്ത് ചെയ്യുക? പാറ്റേൺ ഫോളോ ചെയ്ത് സിലബസ് നോക്കി കൃത്യമായി പഠിച്ച് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോലീസ് ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഓൾ ദ ബെസ്റ്റ്. നന്നായി പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ആൻഡ് ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. സോ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്. നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി എക്സാം എഴുതുക. എല്ലാവർക്കും ഓക്കെ, നല്ലൊരു ആശംസ നേരുകയാണ്.